മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ കുറേ കാലമായിട്ട് യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. ആ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ മുസ്ലിംസിനെ കുറിച്ചുണ്ടാവും, ചിലപ്പോൾ ക്രിസ്ത്യൻസിനെ കുറിച്ചുണ്ടാവും, ചിലപ്പോൾ ഹിന്ദുസിനെ കുറിച്ചും യുക്തിവാദികളെക്കുറിച്ചും പുരോഗമനവാദികളെക്കുറിച്ചും ചിലപ്പോൾ ചില വ്യക്തികളെക്കുറിച്ചും മന്ത്രികളെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ഒക്കെ ഉണ്ടാവും. ഏറ്റവും രസകരമായിട്ട് തോന്നിയിരിക്കുന്നത് യുക്തിവാദികളുടെ വിവരണങ്ങൾ എന്തെങ്കിലുമൊക്കെ നൽകുമ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ ചില യുക്തിവാദികൾ പ്രതികരിക്കും, നല്ല രീതിയിലാണ് പ്രതികരിക്കാം. വിമർശനം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷത്തിനെയും വിമർശിക്കുമ്പോൾ ഇപ്പോൾ ഓരോറ്റയാൾ പോലും അതിനെതിരെ പറയുന്നില്ല. അത്ഭുതകരമായ അവസ്ഥ, ഒരാളെതിരെ പറയുന്നില്ല. പിന്നെ കോൺഗ്രസ്സുകാരെയോ BJPയെയോ RSSനെയോ ഒക്കെ വിമർശിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നപ്പോൾ അതിൽ ഇടയ്ക്ക് ചിലര് ഷാർപ്പായിട്ടുള്ള നെഗറ്റീവ് പറയാറുണ്ട്. ഇപ്പം അങ്ങനെ ആരുമില്ല. ഇപ്പം രണ്ട് വിഭാഗത്തിലെ ആൾക്കാരാണ്. 2, 3, 4 ക്രിസ്ത്യൻ എഴുത്തുകാരൻ, ധാരാളമൊന്നുമില്ല, ഇഷ്ടംമാതിരി ക്രിസ്ത്യൻസ് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കയ്യടി പ്രതീക്ഷിക്കുന്നില്ല, അപ്രീസിയേഷനോ മോട്ടിവേഷനോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ചില ക്രിസ്ത്യൻസ് പറയാറുണ്ട്, ഏതാണ്ട് എല്ലാ മുസ്ലിംസും പറയാറുണ്ട്, യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന ഇമെയിൽ അയക്കുന്ന എല്ലാ മുസ്ലിംസും ചില ക്രിസ്ത്യൻസും പറയാറുണ്ട്, താനൊരു പരമ മണ്ടനാണ്, തനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. വേറെ ചിലർ പറയാറുണ്ട്, താൻ വായിച്ച പുസ്തകം ഏതോ വക്രബുദ്ധി എഴുതിയതാണ്, താൻ ശരിക്കുള്ള ബൈബിൾ വായിക്കണം, ശരിക്കുള്ള ഖുർആൻ വായിക്കണം. വേറെ ചിലർ വായിക്കാറുണ്ട്, തനിക്കിതൊന്നും വായിച്ചാൽ മനസ്സിലാവാത്ത ലെവലിലായതുകൊണ്ട് ആണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. വേറെ ചിലർ പറയാറുണ്ട്, തനിക്ക് ബൈബിളിനെ കുറിച്ച് എന്തറിയാം. വേറെ ചിലർ പറയാറുണ്ട്, താൻ ഫണ്ടമെന്റലിസ്റ്റാണ്. ഫണ്ടമെന്റലിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നല്ലോ. ഫണ്ടമെന്റലിസം സെമറ്റിക് മതങ്ങൾക്ക് മാത്രമാണ് വർജ്യമായിട്ടുള്ളത്. കാരണം സെമറ്റിക് മതങ്ങളിലെ ഫണ്ടമെന്റലിസം അടിസ്ഥാന തത്വങ്ങൾ കൊല്ലാനും ചാവാനും എതിർക്കാനും നശിപ്പിക്കാനുമാണ്. അതല്ല ഭാരതത്തിന്റെ ഫണ്ടമെന്റലിസം. അപ്പൊ യഥാർത്ഥത്തിൽ താൻ ഫണ്ടമെന്റലിസ്റ്റാണ്, താൻ വർഗീയവാദിയാണ്, താൻ ബൈബിളിനെ കുറിച്ച് ഒന്നും വായിക്കാത്ത ആളാണ്. താൻ അത് വായിച്ചു നോക്ക്, ഇത് വായിച്ചു നോക്ക്, താൻ ഇന്നത് കണ്ടു നോക്ക്, ഈ ലിങ്കേജ് അയച്ചു തരാം. ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊന്നും വായിക്കാതെയോ പഠിക്കാതെയോ അല്ല യൂട്യൂബിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നത്. പിന്നെ നിങ്ങൾ അന്ധമായിട്ട് എന്തിനെങ്കിലുമൊക്കെ ആരാധിക്കുന്നു ആദരിക്കുന്നു എങ്കിൽ അതേപോലെ അന്ധമായിട്ട് ആദരിക്കാനോ ആരാധിക്കാനോ, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, അടുത്ത ഇലക്ഷന് നിൽക്കണില്ല, വോട്ട് ചോദിച്ചുകൊണ്ട് വോട്ട് ബാങ്കുള്ള മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വരില്ല, ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് വരില്ല. നിങ്ങളിൽ ചില ക്രിസ്ത്യാനികൾക്കും എല്ലാ മുസ്ലിങ്ങൾക്കും ഇങ്ങനെ ചൊറിയാൻ കാരണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം ഒരു കാരണമേ ഉള്ളൂ. ഇന്ന് വരെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടതുപക്ഷക്കാരും യുക്തിവാദികളും ഹിന്ദുക്കളെയും RSSകാരെയും BJPക്കാരെയും ഭാരതീയ പൈതൃകത്തെയും ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും എല്ലാം കാർട്ടൂൺ മാതിരി വരച്ചും ലേഖനം എഴുതിയും അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചും അവഹേളിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുമൊക്കെയാണ് ഇരുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ സന്തോഷം തോന്നിയിരുന്നു. ഇപ്പോ ഫാദർ ഡോക്ടർ ആലപ്പാട്ടിനെ പോലെയുള്ളവർക്കൊക്കെ, കോശി എബ്രഹാമിനെ പോലെയുള്ളവർക്കൊക്കെ, കർദിനാൾ ആലഞ്ചേരിയെ പോലെയും അതുപോലെ ബെനഡിക്റ്റിനെ പോലെയും അൽഫോൺസാമയെ പോലെയും ഏവു പ്രാസ്യാമയെ പോലെയും ഫ്രാൻസിസ് സേവിയറെ കുറിച്ചും സക്കീർ നായിക്കിനെ കുറിച്ചും MM അക്ബറിനെ കുറിച്ചും ചില മൗലവിമാരെ കുറിച്ചും അതുപോലെ ഖുറാനും ബൈബിളും അതിനെക്കുറിച്ചുമൊക്കെ അതിശക്തമായ പക്ഷെ വസ്തുതാപരമായ രീതിയിൽ തിരിച്ചു കിട്ടുമ്പോൾ ഇന്ന് വരെ കേൾക്കാത്തതല്ലേ, അത് തിരിച്ചു കിട്ടുന്നെന്ന് മാത്രമല്ല, ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങളിലും മലയാളികൾ ഉണ്ടെങ്കിലും അവരെ
അവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവഹേളിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഹിന്ദുക്കള് ഇപ്പൊ തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ ഹിന്ദുക്കളുടെ അടുത്ത് വരാൻ കുറെ മുസ്ലിങ്ങൾക്കും കുറെ ക്രിസ്ത്യാനികൾക്കും മലയാളികളായവർക്കൊരു ഭയമുണ്ട്. ഒരു 4-5 ചോദ്യം തിരിച്ചു ചോദിച്ചാല് ഇപ്പൊ ഇവർക്ക് ഉത്തരമില്ല. പണ്ട് ഹിന്ദുക്കൾക്ക് ഉത്തരമില്ലാതെ തലതാഴ്ത്തിയിരുന്ന അതേ ഹിന്ദുക്കൾ തല ഉയർത്തി തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരമില്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ ചിലര്, ക്രിസ്ത്യാനികളിൽ ചിലരും, മുസ്ലിങ്ങളിൽ എല്ലാവരും, ഞാൻ ആ വരി എടുത്തെടുത്ത് പറയാൻ കാരണം ധാരാളം ക്രിസ്ത്യാനികൾ അസാധാരണമായ വിധത്തില് ഈ പ്രഭാഷണം കേട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും എടുത്ത് പറയണില്ല. ഒത്തിരി പേര് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വർക്കേഴ്സും ആയിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ ചിലർക്കത് തോന്നാൻ കാരണം അവരെ ഇന്ന് വരെ ആരും വിമർശിച്ചിട്ടില്ല, അവരുടെ തെറ്റുകൾ ആരും പറഞ്ഞിട്ടില്ല. അവരിങ്ങോട്ട് തെറ്റുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിമർശിച്ചിട്ട് മതപരിവർത്തനത്തിനും അവരുടെ മതം ഗ്രേറ്റ് ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടന്നത് ഹിന്ദുക്കളും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് താൻ മണ്ടനാണ്, ഇതൊന്ന് നിർത്തിക്കൂടെ, ഈ 4 മുറിക്കുള്ളിൽ ഇരുന്നോണ്ട് പറയുന്നതിന് പകരം പുറത്തു വന്ന് പറഞ്ഞൂടെ. ഈ ക്രിസ്ത്യാനിയോടും ഈ മുസ്ലിമിനോടും ഗോപാലകൃഷ്ണൻ ഒന്നേ പറയാനുള്ളൂ, ഗിന്നസ് ബുക്കില് ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയവന്റെ പേര് വരണമെങ്കിൽ ആദ്യത്തെ പേര് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റേതായിരിക്കും. 6900-ഓളം പ്രഭാഷണങ്ങള്. 6900-ഓളം പ്രഭാഷണങ്ങളില് യൂട്യൂബിൽ പറയുന്ന എല്ലാ വിമർശനങ്ങളും അതിനേക്കാൾ പച്ചയായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് 4 മുറിക്കകത്തിരുന്നുകൊണ്ടാണ് പറയുന്നതെന്നൊന്നും ധരിക്കല്ലേ, പുറത്ത് വന്ന് പറയാറുണ്ട്. പിന്നെ നിന്റെയൊക്കെ വീട്ടിൽ വന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരുടെ മുമ്പിൽ വന്നിട്ട് വെല്ലുവിളിക്കാൻ, അതിനൊന്നും എനിക്ക് നേരെയില്ല. ഞാൻ പലപ്പോഴും യൂട്യൂബ് റെക്കോർഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ പട്ടി കുരയ്ക്കുകയാണെങ്കിൽ ആ പട്ടിയെ പോലെ യൂട്യൂബിൽ കുരയ്ക്കാറില്ല. ആ പട്ടിയുടെ കുര കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെതായിട്ടുള്ള പ്രഭാഷണം നടത്താറുള്ളൂ. അത് ഞാൻ ഉദ്ദേശിച്ച ഉപമ തന്നെയാണ്. അതുകൊണ്ട് ഒന്നും അറിഞ്ഞൂടാ, ശരിക്കുള്ള പുസ്തകമല്ല വായിച്ചത്, ഈ പുസ്തകം വായിക്കണം, അത് നോക്കണം എന്നൊക്കെ പറയുന്നവരോട് വീണ്ടും ആദ്യം പറഞ്ഞ വരി പറയുന്നു, ഇതൊക്കെ കുറെ അധികം നോക്കിയിട്ടും നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലുമാണ് യഥാർത്ഥത്തില് ഈ ക്ലാസ് എടുക്കുന്നത്. ഇതിന്റെ റെഫറൻസ് പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടാണ്. പിന്നെ 1, 2, 5, 10, 20, 25 വ്യക്തികളെ ബോധിപ്പിക്കല് എന്റെ ജോലിയല്ല. പക്ഷെ അവരെ വെല്ലുവിളിക്കൽ എന്റെ ജോലിയാണ്. ഇതിലൂടെ അവരുടെ വീട്ടിൽ ചെന്നിട്ടല്ല, അവരുടെ പള്ളിയിലോ മസ്ജിദിലോ ചെന്നിട്ടല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്നും അറിയാതെയല്ല ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കയ്യടി വാങ്ങാനോ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ട് വാങ്ങാനോ നിങ്ങളുടെ അഭിനന്ദനങ്ങൾ പിടിച്ചു പറ്റാനോ പത്രമാധ്യമങ്ങളിൽ ഫോട്ടോ വരാനോ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടാനോ അതല്ലെങ്കിൽ ഒരു ബൊക്കെയോ പൊന്നാടയോ കിട്ടാനോ അല്ല ഇതിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഗിന്നസ് ബുക്കിൽ പേര് വരാനോ അല്ല. യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ സ്പീച്ച് അപ്ലോഡ് ചെയ്തവന്റെ ലിസ്റ്റിൽ ഗോപാലകൃഷ്ണൻ ഒന്നാമത്, അതിലും ഒന്നാമനായിട്ട് വന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാനല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഹിന്ദുവിനെ, ഭാരതീയനെ, ഭാരതീയ സംസ്കാരത്തെ, സനാതന ധർമ്മത്തെ അത് അർഹിക്കുന്ന ലെവലില് ഞാൻ എന്ന വ്യക്തിക്ക് സാധിക്കുന്ന അത്രയും ഉയർത്തി നിർത്തിയിട്ടേ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയൂ എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇതിനിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് മണ്ടനാണ്, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, അങ്ങനെയൊന്നും ബൈബിളിലും ഖുറാനിലും ഇല്ല എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഉത്തരം കിട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുകയും ഒന്നും ചെയ്യല്ലേ മക്കളെ. പ്രണാമം, നമസ്കാരം.